നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കേണ്ട ശരിയായ മെത്തേഡ് ഏതാണ്? അതാണ് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡ്, പിന്നെയുള്ളത് ഈ ഒരു പൊസിഷനിൽ പിടിച്ച് വണ്ടി ഓടിക്കുന്ന മെത്തേഡ്, പിന്നെ സിംഗിൾ ഹാൻഡ് ഓടിക്കുന്ന രീതി. ഇതിൽ ഒരു കാരണവശാലും ഡ്രൈവിംഗിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. അത് ഒരിക്കലും ചെയ്യരുത്. അപകടം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുതന്നെയല്ല, നമ്മുടെ റൂൾ അനുസരിച്ച് നമുക്ക് ഒരിക്കലും ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഹാൻഡ് ഓടിക്കാനായിട്ട് നിയമമില്ല. കൃത്യമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കൈകളും സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഗിയർ മാറ്റേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഗിയർ ലിവറിലേക്ക് ഇടത്തെ കൈ വരുന്നു, അതിനുശേഷം വീണ്ടും നമ്മുടെ കൈ രണ്ടും സ്റ്റിയറിംഗ് വീലിൽ ഉണ്ടായിരിക്കുക. ഇതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പൊസിഷനാണ്. ഇതിനെ 9-3 പൊസിഷൻ എന്നാണ് പറയുന്നത്. അതായത് സ്റ്റിയറിംഗ് വീലിനെ നമ്മളൊരു ക്ലോക്കായിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ക്ലോക്കിൽ 9 മണി 3 മണി ഈ പൊസിഷനിലാണെങ്കിൽ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്റ്റിയറിംഗ് വളരെ സുഖകരമായിട്ട് എടുത്തെടുത്ത് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടേണുകൾ എടുക്കാനും റൈറ്റ് സൈഡിലേക്കുള്ള ടേണുകൾ എടുക്കാനും ഇതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. പിന്നെയുള്ള യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 10-10 പൊസിഷൻ. 10-10 പൊസിഷനിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കൈ വരുന്നത്. ഒരിക്കലും നമുക്ക് ഇതുപോലെ തിരിക്കാനായിട്ട് കഴിയത്തില്ല ഈ ഒരു മെത്തേഡിൽ വരുന്ന സമയത്ത്. ഈ മെത്തേഡ് നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ചെറിയ വളവും തിരിവുള്ള റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് പതിയെ ഒന്ന് തിരിക്കുന്നു, വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുന്നു, വണ്ടി ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഈ മെത്തേഡുകൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് കഴിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു പരിധിക്കപ്പുറം തിരിക്കാനായിട്ട് കഴിയത്തില്ല. ഇത് കണ്ടില്ലേ, ഒരു പരിധിക്കപ്പുറം നമുക്ക് ഇങ്ങോട്ട് തിരിക്കാൻ കഴിയില്ല, ഒരു പരിധിക്കപ്പുറം ഇങ്ങോട്ടും തിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒരിടത്ത് മാത്രം സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങളുള്ള ഡ്രൈവിംഗ് രീതി ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ തിരിക്കുന്ന രീതി ഒഴിവാക്കുക. നല്ല ടേണുകൾ എടുക്കുമ്പോൾ കൈകൾ ഇവിടെ തന്നെ വരാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തന്നെ തിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 8-4 പൊസിഷനാണ്. അതായത് ഈ പൊസിഷനാണ്. ഈ പൊസിഷൻ ആരും യൂസ് ചെയ്യാറില്ല. ഈ പൊസിഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാനും പാടില്ല. അപ്പം വാഹനം ഓടിക്കുന്ന സമയത്ത് 9-3 പൊസിഷനും 10-10 പൊസിഷനും ഡ്രൈവിംഗിൽ യൂസ് ചെയ്യാം. സിംഗിൾ ഹാൻഡ് കൊടുത്ത വാഹനം ഓടിക്കാനായിട്ട് പാടില്ല. എപ്പോഴും രണ്ട് കൈകളും സ്റ്റിയറിംഗിൽ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റിയറിംഗ് കൺട്രോളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കയറി കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ പ്ലേ ബട്ടണിൽ നിങ്ങൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്.